ഹായ് ഫ്രണ്ട്സ്, ട്രസ്റ്റ് റിയൽ പ്രോപ്പർട്ടി സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3.5 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അടങ്ങുന്ന ഒരു ചെറിയ വീടിൻ്റെ വിശേഷങ്ങളായിട്ട്. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക്. കാക്കനാട് പള്ളിക്കര ബസ് റൂട്ടിൽ വികാസവാണി എന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ട് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഈ വില്ലയിൽ പെട്ട ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്നതാണ് ആ വീട്. ഇവിടെ നമുക്ക് 3.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ 3.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമുക്ക് ഈ എൻഡ് പ്രോപ്പർട്ടി, അതായത് ഈ വില്ലയുടെ ഒരു എൻഡ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് ഈ റോട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് ചെയ്യാനുള്ളൊരു സൗകര്യം നമുക്കിവിടെ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ട് വശം മൊത്തം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലവിലുണ്ട്. അപ്പോൾ ഈ 3.5 സെൻറ്റ് സ്ഥലത്താണെങ്കിലും നമ്മുടെ വീട് ഇരിക്കുന്നതെങ്കിലും നമുക്ക് പാർക്കിംഗ് സൗകര്യം നമുക്ക് ഫ്രണ്ടിലായിട്ട്, നമ്മുടെ ഈ റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശത്തും ഒരു ചെറിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക്. പിന്നെ നമുക്കിവിടെ വാട്ടർ സോഴ്സിനായിട്ട് നമുക്ക് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാ വീട്ടിലും കിണറാണ് നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു കിണർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുടിവെള്ളം ലഭിക്കുന്ന ഒരു കിണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ഈ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് 3.5 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് നമുക്ക് ഈ വീട് നിർമ്മിച്ചതിന് ഉണ്ടോ, അത്യാവശ്യം ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലും കുറച്ച് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ടെറസിലേക്ക് കയറാനുള്ളൊരു സ്റ്റെയർ കൊടുത്തേക്കുന്നത് നമുക്ക് പുറത്തുനിന്നാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെയറിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തേക്കുന്നത്. അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് കാണാം. നമുക്ക് ഈ വീടിൻ്റെ 2 സൈഡിലും നമുക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അല്ലോ, ഈ സൈഡിലും നമുക്കൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ അപ്പോൾ ഈ 3.5 സെൻറ്റ് സ്ഥലത്ത് മാക്സിമം ഒതുങ്ങിയ രീതിയിലാണ് ഈ വീട് പണിതേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തെ സൈഡൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു നല്ല വലിയൊരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ നല്ല ഫുള്ളായിട്ട് നല്ല നീളത്തിൽ രീതിയിലൊക്കെ ഉള്ള രീതിയിൽ ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയയും ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് ഏജിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വഴിയാണ് ഈ കാണുന്നത്. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയൊരു വഴിയാണ്. നമുക്ക് ഇനി വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോയി കാണാം. നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ആദ്യം നമുക്കൊരു സിംഗിൾ ഡോറാണ് കാണാൻ കഴിയുന്നത്. അതിൽ തേക്കിൽ നിർമ്മിച്ചേക്കണ നല്ല ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സിംഗിൾ ഡോറ് നമുക്ക് കാണാൻ കഴിയും. നമുക്കിതിനകത്തേക്ക് കയറി നോക്കാം. അതേപോലെ നമുക്കൊരു ലിവിങ് ഏരിയ, അത്യാവശ്യം സ്പേസുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു എക്സ്ട്രാ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ സീലിങ്ങും ഒക്കെ കൊടുത്തേക്കുന്ന ഒരു മനോഹരമായ ഒരു ലിവിങ് ഏരിയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ തന്നെയാണ്, സ്പേസുള്ള ലിവിങ് ഏരിയ കൊടുത്തേക്കണം. അതേപോലെ ഈ ലിവിങ് ഏരിയ നമ്മൾ നേരെ ചെല്ലുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് കൊടുത്തേക്കുന്നത്. ഒരു വലിയ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടാലും നമുക്ക് അത്യാവശ്യം സൗകര്യം ഉള്ളൊരു ഡൈനിങ് ഏരിയയാണ് നമ്മളിതിനകത്ത് ചെയ്തേക്കുന്നത്. അതേപോലെ ഡൈനിങ് ഏരിയയിൽ നമുക്കൊരു വാഷ് ബേസിൻ, മനോഹരമായിട്ട് തന്നെ ഒരു വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കിച്ചണിലേക്കാണ് പോകുന്നത്. ഡൈനിങ് ഏരിയ നമുക്ക് കിച്ചണിലേക്കാണ് പോകുന്നത്. കേട്ടോ,
അത്യാവശ്യം വലുതെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ചെറുതെന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മനോഹരമായൊരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയൊരു കിച്ചൺ, അത് നല്ല സ്റ്റോറേജ് സ്പേസും കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് മൾട്ടിവുഡിൽ തന്നെ ചെയ്തേക്കുന്ന മനോഹരമായൊരു കിച്ചൺ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമുക്കിവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് വർക്ക് ഏരിയ ആക്കി എടുക്കാവുന്നതാണ്. മനോഹരമായ നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് ഒന്ന് നോക്കാം. ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. അത്യാവശ്യം വലിയ ബെഡ്റൂം തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് വാർഡ്രോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സീലിംഗ് കൊടുത്തിട്ടുണ്ട്, സീലിംഗ് മാർബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗി തന്നെ ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഈ ബെഡ്റൂമിൽ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വലിയ ടോയ്ലറ്റ് തന്നെയാണ് ഉപയോഗിക്കണം. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ നല്ല ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ അവസാനം പറയാം. പക്ഷെ ഇതിനകത്ത് ഉപയോഗിച്ച കാര്യങ്ങളും ഒക്കെ നോക്കുവാണെങ്കിൽ ഈ വില വളരെ കുറവായിട്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ തോന്നുന്നു. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് പണിതേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് കയറി നോക്കാം. അപ്സ്റ്റെയറിൽ ആദ്യം കയറുകയാണെങ്കിൽ സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചേക്കുന്നത്. അതേപോലെ സ്റ്റീലിൽ ടഫൻ ഗ്ലാസ് വെച്ചിട്ടാണ് ഹാൻഡ് റെയിൽ ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ സ്റ്റെയറിൻ്റെ വാളിൽ ഒരു സൈഡിൽ ഭിത്തിയിൽ ഒരു വാളിൽ ഫുള്ളായിട്ട് ടെക്സ്ചർ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അത് ഒരു 2 കളറിലൊക്കെ ആയിട്ടുള്ള രീതിയിൽ ടെക്സ്ചർ പെയിൻ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നമുക്ക് വെട്ടങ്ങൾക്ക് താഴത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ ടോപ്പിൽ നമുക്ക് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഒരു വലിയൊരു ലിവിങ് ഏരിയ കാണുന്നത്. അതേപോലെ നല്ലൊരു സീലിംഗ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തൊരു വുഡ് ഫിനിഷിങ്ങിൽ, വുഡ് പെയിൻറ്റിങ്ങിലൊക്കെ നമുക്കൊരു സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നുണ്ട്. നല്ലൊരു മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറി നോക്കാം. ഇതാണ് നമുക്കൊരു ബെഡ്റൂം കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂം കൊടുത്തേക്കുന്നതാണത്. അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു വുഡിൽ നമുക്കൊരു വാർഡ്രോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഈ ഡോറിൻ്റെ പുറകിലായിട്ടാണ് ഒരു ടോയ്ലറ്റ് അവർ കൊടുത്തേക്കുന്നത്. നല്ലൊരു വലിയൊരു ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടോയ്ലറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടോ. ഇതാണ് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് സീലിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ട് സീലിംഗും കാര്യങ്ങളും മാർബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ നമുക്ക് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ നല്ലൊരു ഡിസൈനിൽ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് പണിയിപ്പിച്ചിരിക്കുന്നത്. ഈ 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നീളത്തിൽ നല്ലൊരു ബാൽക്കണി ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് MS-ലാണ് ഇതിൻ്റെ ബാൽക്കണിയുടെ ഹാൻഡ് റെയിലൊക്കെ ചെയ്തേക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും വയറിങ്ങും ഒക്കെ ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം സാനിറ്ററി ഫിറ്റിങ്സ് ആയിക്കോട്ടെ, വയറായിക്കോട്ടെ, എല്ലാം നമുക്ക് ജാഗ്വാറിൻ്റെയും മറ്റുള്ള എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ അത് ലോ ബഡ്ജറ്റിൽ
വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങളെ ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. 3.5 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റില് 3 ബെഡ്റൂം അടങ്ങുന്ന ഒരു വീടാണിത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ. അതേപോലെ തന്നെ കാക്കനാട് പള്ളിക്കര ബസ് റൂട്ടിൽ നിന്നും 300 മീറ്ററും കാക്കനാട് ജംഗ്ഷനിൽ നിന്നും 5.5 കിലോമീറ്ററും ഇവിടുന്ന് പള്ളിക്കരയിലേക്ക് 5.5 കിലോമീറ്റർ ഒക്കെ ദൂരം വന്നുള്ളൂ. ഈ വീടിന് ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ ആയിക്കോട്ടെ, വയറായിക്കോട്ടെ, എല്ലാം ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് വന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുകയോ അതോ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇതേപോലെ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.